ഹലോ എവരി വൺ, ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 21ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇത് ടുവേർഡ്സ് ദ എൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് ഹൈഡ്രോളിക് ജമ്പ്. നമ്മൾ ഓൾറെഡി ഗ്രാജ്വലി വേരിയഡ് ഫ്ലോ എന്താണ്, റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്താണ് എന്നുള്ളത് കണ്ടിരുന്നു. അപ്പോൾ റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ലെങ്ത്തിൽ തന്നെ ഒരു ലാർജ് ഡിഫറൻസ് ഇൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവുക. അങ്ങനെയുള്ള ഫ്ലോയ്സിനെ പറയുന്ന പേരാണ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ജമ്പാണ്. എന്താണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് ആദ്യമേ നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാം, അതിനുശേഷം ടെക്നിക്കലായിട്ടുള്ള ഡെഫിനിഷൻസിലേക്ക് പോകാം. ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ ഒരു ഡാമിൻ്റെ ഷട്ടർ തുറന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്പിൽവേയിൽ നിന്ന് വാട്ടർ ഒഴുകി വരുന്നത് പോലെയുള്ളൊരു സ്ട്രക്ചറാണ്. സോ ഈ ഒഴുകി വരുന്ന വാട്ടറിന് ഇവിടെ ഒരു തടയായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്യൂ ടു വിച്ച് വെലോസിറ്റി ഓഫ് ദ റണ്ണിങ് വാട്ടർ ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് ഈ ഒഴുകി വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതുമൂലം വാട്ടറിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഹൈറ്റ് വലുതായി കൂടി ഇങ്ങനൊരു ടൈപ്പ് ഓഫ് ഫ്ലോ നമുക്ക് കിട്ടുന്നു. ഈ ഒരു ഫ്ലോയെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഒരു വലിയ വെലോസിറ്റിയിൽ വന്ന വാട്ടറിനെ, ഒരു സ്റ്റീപ്പ് സ്ലോപ്പിലൂടെ ഒരു വലിയ വെലോസിറ്റിയിൽ വന്ന വാട്ടറിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഷോർട്ട് ലെങ്ത്തിൽ ഈ വാട്ടറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ സഡനായിട്ട് ഷോർട്ട് ലെങ്ത്തിൽ വാട്ടറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്ത റീജിയനിൽ ദർ ഇസ് എ ലാർജ് എമൗണ്ട് ഓഫ് ടർബുലൻസ്. ഈ വാട്ടറിൻ്റെ സർഫസ് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ചെറിയ ചെറിയ റോളേഴ്സ് ആയിട്ട് വാട്ടർ ഫോം ചെയ്തിരിക്കുകയാണ് ഓൺ ദി സർഫസ്. ദിസ് ഈസ് ഇൻഡിക്കേഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ടർബുലൻസ് ദാറ്റ് ഈസ് ഫോംഡ്. ടർബുലൻസ് അല്ലെങ്കിൽ റോളേഴ്സ് അല്ലെങ്കിൽ എഡ്ഡീസ് ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ടർബുലൻസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ എഡ്ഡീസ് ഫോം ചെയ്യുന്നത് കാരണം ഇവിടെ ഒരുപാട് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഫ്ലോ ഒക്കെ ഏത് തരം ഫ്ലോ ആണെന്നുണ്ടെങ്കിലും ഫ്രിക്ഷണൽ ലോസ് ആയിരിക്കും ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ലോസ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് വാട്ടറിന് വേറൊരു സർഫസുമായിട്ടുള്ള കോൺടാക്റ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ആകുമ്പോൾ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഷോർട്ട് ലെങ്ത്തിൽ നടക്കുന്ന ഒരു ഫിനോമിനാണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹിയർ ദ മെയിൻ എനർജി ലോസ് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദ എഡ്ഡീസ്. ഈ ഹൈഡ്രോളിക് ജമ്പിനെ തന്നെ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ കാണാവുന്നത് പോലെ തന്നെ വാട്ടർ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വന്ന വാട്ടർ പെട്ടെന്ന് ഒരു ആള് സ്ലൈഡ് ചെയ്ത് വന്നു അയാൾ എണ്ണീറ്റ് നിൽക്കുന്നത് പോലെ വാട്ടറിൻ്റെ ഹൈറ്റ് വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റാൻഡിങ് വേവ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോളിക് ജമ്പിനെ പറ്റി പറയാനുള്ളത്. ഇനി ഹൈഡ്രോളിക് ജമ്പിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് കടക്കാം. ടെക്നിക്കലി ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്ന് ചോദിച്ചാൽ, വെൻ ദ ഫ്ലോ കണ്ടീഷൻ ചേഞ്ചസ് ഫ്രം എ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ to subcritical flow, there will be an abrupt rise in the level of water accompanied by some turbulent rollers. അങ്ങനെ ഫോം ചെയ്യുന്ന റൈസ് ഓഫ് വാട്ടറിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയും. സോ എപ്പോഴും ഹൈഡ്രോളിക് ജമ്പ് സംഭവിക്കുന്നത് ഫ്ലോ സൂപ്പർ ക്രിട്ടിക്കലിൽ നിന്നും സബ് ക്രിട്ടിക്കലിലേക്ക് മാറുമ്പോഴാണ്. ദാറ്റ് ഈസ് വെൻ ദ ഫ്ലോ കണ്ടീഷൻ is changing from the subcritical flow to supercritical flow to subcritical flow. That is Reynolds number. Supercritical എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? Reynolds number greater than 1. Subcritical എന്ന് പറഞ്ഞാൽ Reynolds number less than 1. ഓൾറെഡി ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ കണ്ടതാണ്. സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ YC ആയിരിക്കും. സബ്ക്രിട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ബി ഗ്രേറ്റർ ദാൻ YC ആയിരിക്കും. ദിസ് ഈസ് എ കേസ് ഓഫ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ Y1 ഡെപ്തിൽ പോയിക്കൊണ്ടിരുന്ന വാട്ടർ ഹൈഡ്രോളിക് ജമ്പ് കാരണം it will rise the level
ആൻഡ് റീച്ചസ് എ ലെവൽ ഓഫ് Y2. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഡാം സെക്ഷൻ ഉണ്ട്. ഡാം സെക്ഷനിലൂടെ ഫ്രീ വാട്ടർ പാസ് ചെയ്ത് വന്നു. ഇതിന് താഴെയുള്ള റീജിയണിൽ തട്ടി ദ ഫ്ലോ വിൽ റൈസ് ഇറ്റ്സ് ഹൈറ്റ്. അപ്പോൾ സെക്ഷൻ 1:1 സെക്ഷൻ 2:2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1:1 ദ ഫ്ലോ ഈസ് എ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയുടെ വേറൊരു പേരാണ്. ഈ സമയത്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവായിരിക്കും അവിടുത്തെ വാട്ടർ ഡെപ്ത്. ഇത് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പിന്നീട് ഇത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കില്ല. ഇറ്റ് വിൽ ട്രൈ ടു കൺവേർട്ട് ഇറ്റ്സെൽഫ് ഇൻറ്റു എ സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കും. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെപ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഫ്ലോ. സോ ദെയർ വിൽ ബി ആൻ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദി ഡെപ്ത് ഓഫ് വാട്ടർ. ഈ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദ ഡെപ്ത് ഓഫ് വാട്ടറിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ എ ഫ്ലോ കൺവേർട്ട് ഫ്രം എ ഷൂട്ടിംഗ് സ്ട്രീമിംഗ് ഓർ when a flow convert from a shooting flow to a streaming flow അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ടു എ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുമ്പോൾ there is a large loss of energy due to the eddy formation and also turbulence that occurred. ഇനി ഹൈഡ്രോളിക് ജമ്പിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാം. നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടാവുക ഡാമൊക്കെ തുറന്ന് വിടുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രോളിക് ജമ്പ് വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ലൂയിസ് ഗേറ്റിൻ്റെ ഈ ഫിഗർ നമ്മൾ ഓൾറെഡി റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ വരച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് സ്ലൂയിസ് ഗേറ്റിൻ്റെ ഡൗൺ സ്ട്രീം എൻഡിലേക്ക് വരുമ്പോൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഇവിടെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പിൽവേയുടെ ബോട്ടത്തിൽ അതിപ്പോൾ ഒരു സ്പിൽവേയിലൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് വരാണ്. വാട്ടറിന് ഭയങ്കര ലാർജ് കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനെ സ്പിൽവേയുടെ താഴെ വരുന്ന വാട്ടർ വന്നിട്ട് പതിക്കുന്ന ആ ഒരു ഏരിയയെ പറയുന്നത് വാട്ട് ഈസ് കോൾഡ് ആസ് ആൻ ഏപ്രൺ. ഇതിന് ആ ലാൻഡിങ് പോർഷനെ പറയുന്ന വാട്ടർ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ പോർഷനെ പറയുന്ന പേര് ഏപ്രൺ ആണ്. അപ്പോൾ ഈ ലാർജ് വെലോസിറ്റിയിൽ വാട്ടർ വന്നിട്ട് ഏപ്രണിൽ പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു എനർജി കാരണം ഏപ്രണിലുള്ള മെറ്റീരിയലിൻ്റെ സ്കോറിങ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ വി ഷുഡ് ഡിസൈൻ ദ സ്പിൽവേ ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഷുഡ് ബി എ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഇൻ ദി ഏപ്രൺ. അങ്ങനെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്താലുള്ള ഗുണം എന്താണ്? ആ ഹൈഡ്രോളിക് ജമ്പ് കാരണം എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ഡെസിപ്പേറ്റഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദി എഡീസ് ആൻഡ് ദ ടർബുലൻസ് ഇൻ ദ വാട്ടർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു സ്പിൽവേയുടെ കേസിൽ എപ്പോഴും നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യാനായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പിൽവേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏപ്രിലിൽ സ്കോറിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അത്രയും കാര്യമാണ്. ഹൈഡ്രോളിക് ജമ്പ് ഈസ് ഫോംഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ സ്പിൽവേ. പിന്നെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത് കാണുന്നത് സ്റ്റീപ്പ് ചാനലിൽ നിന്നും ഒരു ഫ്ലാറ്റ് ചാനലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഹൈഡ്രോളിക് ജമ്പ് കാണാനായിട്ട് സാധിക്കും. നാരോ ചാനൽസിൻ്റെ ഡൗൺ സ്ട്രീം എൻഡിൽ ഇറിഗേഷൻ ഫോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറിഗേഷൻ കനാൽ ഫോൾസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കനാൽസിൻ്റെ ബോട്ടം സ്ലോപ്പിൽ ലാർജ് വെരിയേഷൻ ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് കനാൽ ഫോൾസ്. അപ്പോൾ അവിടെ അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലൊക്കെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആപ്ലിക്കേഷൻ? ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എനർജി ഡെസിപ്പേറ്റർ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ ഡാം ആവട്ടെ, ഡാമിൽ നിന്ന് ഷട്ടർ തുറന്ന് വെള്ളം വീഴുന്ന സമയത്ത്, സ്പിൽവേയുടെ കേസിൽ, സ്ലൂയിസ് ഗേറ്റിൻ്റെ കേസിൽ ഇവിടെയെല്ലാം തന്നെ ഒരു എനർജി ഡെസിപ്പേറ്റർ ആയിട്ട് ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് ആക്ട് ചെയ്യും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലാർജ് എമൗണ്ട് ഓഫ് ടർബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ടറിൻ്റെ മിക്സിങ് നല്ല രീതിയിൽ നടക്കും. അപ്പോൾ ഇൻ കേസ് നമുക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ എന്തെങ്കിലും കെമിക്കൽസ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഡിസൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ട്രീമിനെ എയറേറ്റ് ചെയ്യാൻ, അതുപോലെ ഡീസാലിനേഷൻ ഓഫ് ദ സീ വാട്ടർ,
ഈ തരം ഒരു ആപ്ലിക്കേഷൻസുകളാണ് ഹൈഡ്രോളിക് ജമ്പിന് ഉള്ളത്. ഇനി ഹൈഡ്രോളിക് ജമ്പിൻ്റെ പ്രോപ്പർ അനാലിസിസിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് പഠിക്കണം. സ്പെസിഫിക് ഫോഴ്സ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എഫ് ആണ്. It is the sum of the pressure force and the momentum flux per unit weight of the fluid. P plus M divided by gamma എന്നുള്ളതാണ് സ്പെസിഫിക് ഫോഴ്സ്. ദാറ്റ് ഈസ് പ്രഷർ ഫോഴ്സിൻ്റെയും മൊമെൻറ്റം ഫോഴ്സിൻ്റെയും സം പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ്. സാധാരണ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് ഫ്ലോ ആണ്, ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് ചാനലാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഇക്വേഷനും ഓർത്തിരിക്കുക, അതുപോലെ സ്പെസിഫിക് ഫോഴ്സ് എന്താണെന്നുള്ള ഡെഫിനിഷനും ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അനാലിസിസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം ഓഫ് ദി ചാനൽ. ഹൊറിസോണ്ടൽ ചാനലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ y1 ഡെപ്തിൽ വാട്ടർ ഫ്ലോ ചെയ്യുകയാണ്. ഹിയർ ദ ഫ്ലോ ഈസ് എ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫ്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് വാട്ടർ ഹാവ് ടു റീച്ച് എ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് എത്തണം. This is a subcritical flow. Initial depth y1 ആയിരുന്നു. After the jump the depth formed is y2, that is greater than yc ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് ദിസ് ഈസ് ദി ഹൈഡ്രോളിക് ജമ്പ് പോർഷൻ. ഇനി നമുക്ക് എനർജി, ടോട്ടൽ എനർജി ലൈനും കൂടി വരയ്ക്കാം. ഇവിടെ നമ്മൾ സ്പെസിഫിക് എനർജിയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം സ്പെസിഫിക് എനർജി എന്നാണ് പറയുന്നത്, കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ ബോട്ടം ഓഫ് ദ ചാനൽ ഹൊറിസോണ്ടലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഡേറ്റത്തിൽ നിന്നും എത്ര എനർജി, അതാണല്ലോ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് എനർജി ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ അത് ടോട്ടൽ എനർജി ലൈൻ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടം വരെ ഒരു പർട്ടിക്കുലർ എനർജിയിൽ വരുന്നു. ആ ഒരു എനർജിയെ നമുക്ക് E1 എന്ന് വിളിക്കാം. പിന്നീട് ജമ്പ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ദെയർ വിൽ ബി എ ലോസ് ഓഫ് എനർജി, പിന്നെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എനർജി പോകുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ദ എനർജി വിൽ ബിക്കം E2, സ്പെസിഫിക് എനർജി അല്ലെങ്കിൽ ദ ടോട്ടൽ എനർജി വിൽ ബിക്കം E2. ദിസ് ഈസ് ദി ടോട്ടൽ എനർജി ലൈനാണിത്. അപ്പോൾ E1 E2. There is a loss of energy due to the formation of the hydraulic jump. This energy difference is the loss of energy due to the hydraulic jump അല്ലെങ്കിൽ EL എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യാം. സോ y1 പിന്നെ ടോട്ടൽ എനർജി വരുമ്പോൾ there is V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും ലാർജ് ഡെപ്തിലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സ്മോൾ വെലോസിറ്റി ഇൻ കേസ് ഓഫ് എ സബ് ക്രിട്ടിക്കൽ, ദാറ്റ് ഇസ് V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ്. അപ്പോൾ എനർജി ലോസ് EL നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദി ടോ പോർഷൻ ഓഫ് എ ജമ്പ്. ദിസ് ഈസ് ദ ടോ പോർഷൻ ഓഫ് എ jump and this is the end portion of a jump. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ജമ്പ് എന്ന് നമ്മൾ എവിടെയെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോ ടു ദി എൻഡ് ഓഫ് ദി ജമ്പ്. ദിസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ്. ഇനി ഡെപ്ത് ഓഫ് ദി ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്രയും ഒരു ഡെപ്ത് ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ H ആണ് ഡെപ്ത് ഓഫ് ദി ലെങ്ത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ y2 മൈനസ് y1 ആയിരിക്കും. ഓക്കെ, ഇനി ഓരോരോ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക് ജമ്പിനെ കണ്ടുപിടിക്കാം. നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്നും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് ഒരു വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ വാട്ടർ ശരിക്കും ശ്രമിക്കുന്നതെന്നുള്ളത് നമുക്ക് നമ്മുടെ സ്പെസിഫിക് എനർജി കർവിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. സ്പെസിഫിക് എനർജി കർവാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിനും
ഈ ഒരു ലൈനിന് അസിംപ്റ്റോട്ടിക് ആയിട്ടായിരിക്കും രണ്ട് ലിംസ് വരിക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്പെസിഫിക് എനർജി കർവ് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ദി മിനിമം എനർജി പോയിന്റ് ഓർ YC ഡെപ്തിലുള്ള, അതായത് ക്രിട്ടിക്കൽ ഡെപ്തിൽ വരുന്ന ദിസ് ഈസ് എ മിനിമം എനർജി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എനർജി, ഈ C എന്ന് പറയും. മുകളിലുള്ള പോർഷൻ ഇറ്റ് ഈസ് എ സബ് ക്രിട്ടിക്കൽ ഫ്ലോ, മുകളിലുള്ള ലിംബ് സബ് ക്രിട്ടിക്കൽ, താഴത്തെ ലിംബ് ഇറ്റ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ. ഓൾറെഡി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. താഴത്തെ ലിംബ് ഇറ്റ് ഈസ് എ സൂപ്പർ ക്രിട്ടിക്കൽ ലെങ്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂപ്പർ ക്രിട്ടിക്കലിൽ നിന്ന് സബ് ക്രിട്ടിക്കലിലേക്കുള്ള ട്രാൻസിഷൻ്റെ സമയത്താണ് ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ എന്താ ശരിക്കും ഈ വാട്ടർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ സെയിം എനർജി വരുന്ന രണ്ട് ഡെപ്തിലേക്ക്, സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് സെയിം എനർജി വരുന്ന അതേ സ്റ്റേറ്റിൽ സെയിം എനർജി വരുന്ന സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് മൂവ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ഡെപ്ത് Y1 ആണെന്നുണ്ടെങ്കിൽ, Y1 ഡെപ്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെപ്ത് നമ്മൾ അതിന് Y2- എന്ന് ഞാൻ വിളിക്കുകയാണ്. ഈ ഒരു Y2- ഡെപ്തിലേക്ക് മൂവ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ശ്രമിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലാർജ് എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ സെയിം എനർജിയിലേക്ക്, സെയിം സ്പെസിഫിക് എനർജിയിലേക്ക് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഫോം ചെയ്യാനായിട്ട് വാട്ടറിന് സാധിക്കില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞൊരു എനർജിയിലായിരിക്കും സബ് ക്രിട്ടിക്കൽ ഫ്ലോ എനർജിയിലായിരിക്കും സബ് ക്രിട്ടിക്കൽ ഫ്ലോ ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ട് ഇതിൻ്റെ ആൾട്ടർനേറ്റ് ഡെപ്തിനേക്കാളും കുറവായിരിക്കും. ആ ഡെപ്തിനെ ഞാൻ Y2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ Y1 ആയിരുന്നു ഇനിഷ്യൽ ഡെപ്ത് ബിഫോർ ദ ജമ്പ്, Y2 ഈസ് ദി ഫൈനൽ ഡെപ്ത് ആഫ്റ്റർ ദ ജമ്പ്. ഈ Y1ഉം Y2ഉം ഡെപ്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എടുത്ത് നോക്കുകയല്ല, ഡെറിവേഷനിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അറ്റ് ദീസ് ടു ഡെപ്ത് ദ സ്പെസിഫിക് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഫോഴ്സ് ഈസ് സെയിം എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഫുൾ ഡെറിവേഷനിലൂടെ വരുന്ന കാര്യമാണ്. നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഡെറിവേഷനൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് പോയിന്റായിട്ട് തന്നെ പറയുകയാണ്. ഈ Y1ഉം Y2 ഡെപ്തിൽ ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ഫോഴ്സ് ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, പക്ഷേ ആക്ച്വലി വാട്ടർ ശ്രമിക്കുന്നത് സ്പെസിഫിക് എനർജി സെയിം ആയിട്ടുള്ള ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഡെപ്തിലേക്ക് ജമ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എനർജി ലോസ് കാരണം അവിടെ വരെ എത്തുന്നില്ല, അതിനേക്കാളും കുറഞ്ഞൊരു എനർജിയിലായിരിക്കും എത്തുന്നത്. അപ്പോൾ നമ്മൾ ഡെറിവേഷനിലൂടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡെപ്ത് Y1ഉം Y2 ആണ് ആ രണ്ട് ഡെപ്ത് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ഡെപ്തിലും സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സ്പെസിഫിക് ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇറ്റ് ഈസ് എ സം ഓഫ് ദ പ്രഷർ ഫോഴ്സ് ആൻഡ് ദ മൊമെന്റം ഫ്ലെക്സ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ Y1ഉം Y2വിനും നമ്മുടെ സ്പെസിഫിക് ഫോഴ്സ് സെയിം ആയിട്ടുള്ള പോയിന്റ്സ് ഡെപ്താണ്. ഈ ഡെപ്തിനെ വിളിക്കുന്നത് കോൺജുഗേറ്റ് ഡെപ്ത് അല്ലെങ്കിൽ സീക്വന്റ് ഡെപ്ത് എന്നാണ്. Y1ഉം Y2ഉം സെയിം ആയിട്ടുള്ള സ്പെസിഫിക് ഫോഴ്സ് ആണ് ഉള്ളത്. ആ രണ്ട് ഡെപ്തിനെയും കൂടി നമ്മൾ വിളിക്കുന്നത് കോൺജുഗേറ്റ് ഡെപ്ത് അല്ലെങ്കിൽ സീക്വന്റ് ഡെപ്ത് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എനർജി കോൺസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ഡെപ്ത്. കോൺജുഗേറ്റ് ഡെപ്ത് അല്ലെങ്കിൽ സീക്വന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ, തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എനർജി കോൺസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ഡെപ്തുകളെ പറയുന്നതാണ്. നെക്സ്റ്റ് സ്പെസിഫിക് ഫോഴ്സ് സെയിം ആയിട്ടുള്ള രണ്ട് ഡെപ്തുകളെ പറയുന്നതാണ് കോൺജുഗേറ്റ് ഡെപ്ത് അല്ലെങ്കിൽ സീക്വന്റ് ഡെപ്ത്. അപ്പോൾ ഇത് ഓപ്ഷനിലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ടേംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരുപാട് എക്സാമുകൾക്ക് ചോദിക്കാനുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഹൈഡ്രോളിക് ജമ്പിന് കോൺസെപ്റ്റ് വൈസ് പറയാനുള്ളത്. ഇനി അടുത്തത് ഒരു ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽ, ഏറ്റവും സിംപ്ലസ്റ്റ് ലെവൽ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഇതൊരെണ്ണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിലുള്ള കുറച്ച് ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ബാലൻജർ മൊമെന്റം ഇക്വേഷൻ അല്ലെങ്കിൽ സീക്വന്റ് ഡെപ്ത് റേഷ്യോ. സീക്വന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ സീക്വന്റ് ഡെപ്ത്? Y1ഉം Y2ഉം ഓബിയസ്ലി. അപ്പോൾ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് Y1 ഡിവൈഡഡ് ബൈ Y2 is equal to half into square root of 1 plus 8 F R
2 square. Froude's number at the second section square minus 1 ആണ്. This is the ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനാണ് സീക്വൻ്റ് ഡെപ്ത് റേഷ്യോ അല്ലെങ്കിൽ ബലഞ്ചർ മൊമെൻ്റം ഇക്വേഷൻ. സീക്വൻ്റ് ഡെപ്ത് റേഷ്യോ ആണ് കൂടുതൽ. ഇതൊക്കെ ഈ ഇക്വേഷൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുള്ളത് ഗേറ്റ് പ്രോബ്ലംസിന് ആണ് ഒരുപാട് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ എന്നാലും നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ഫോമും ഉണ്ട്. അതായത് നോക്കുക, y2 ഡിവൈഡഡ് ബൈ y1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 + 8f r1 സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റേഷ്യോ. ഇനി ഹൈ വാല്യൂ ഓഫ് ഫ്രോഡ്സ് നമ്പർ, അതായത് ഫ്രോഡ്സ് നമ്പറിൻ്റെ വാല്യൂ 8-നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ അപ്രോക്സിമേറ്റ് ചെയ്ത് y2 ഡിവൈഡഡ് ബൈ y1 ഇസ് ഈക്വൽ ടു 1.41 FR1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, this is an approximate equation when the Froude's number having a large value. Next, energy loss എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. എനർജി ലോസ് ഫോംഡ് ഡ്യൂ ടു ദി ഹൈഡ്രോളിക് ജമ്പ്. ഇപ്പോൾ ഇതിൻ്റെ സീക്വൻ്റ് ഡെപ്ത് y2ഉം y1ഉം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇനിഷ്യൽ ഡെപ്ത് ബിഫോർ ദ ജമ്പ് ആൻഡ് ദ ഫൈനൽ ഡെപ്ത് ആഫ്റ്റർ ദ ജമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ L ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എനർജി ലോസ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2. നെക്സ്റ്റ് ഒരു ടേം ഉള്ളത് റിലേറ്റീവ് എനർജി ലോസ് എന്നുള്ളതാണ്. റിലേറ്റീവ് എനർജി ലോസ് അല്ലെങ്കിൽ നമുക്ക് ERL ഇസ് ഈക്വൽ ടു ദ എനർജി ലോസ് ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു ഇനിഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു E1. അതിനാണ് റിലേറ്റീവ് എനർജി ലോസ് എന്ന് പറയുന്നത്. എനർജി ലോസ് ഡിവൈഡഡ് ബൈ ദി ഇനിഷ്യൽ എനർജി ഓഫ് ദി ഇനിഷ്യൽ എനർജി ബിഫോർ ഇനിഷ്യൽ സ്പെസിഫിക് എനർജി ബിഫോർ ദി ജമ്പ്. ഇതിനാണ് റിലേറ്റീവ് എനർജി ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എഫിഷ്യൻസി ഓഫ് എ ജമ്പ് എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി ഓഫ് എ ജമ്പ് ഈക്വൽ ടു ജമ്പ് കഴിഞ്ഞിട്ട് എത്ര എനർജി ഉണ്ട് അത് ഡിവൈഡഡ് ബൈ ജമ്പിന് മുന്നേ എത്ര എനർജി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം E1 മൈനസ് E2 എന്ന് പറയുന്നത് എനർജി ലോസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ E2വിനെ നമുക്ക് E1 മൈനസ് EL എന്ന് എഴുതാം. ഇത് ഡിവൈഡഡ് ബൈ EL ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് EL ഡിവൈഡഡ് ബൈ E1 ആണ്. ദിസ് ഈസ് E1. That is equal to 1 minus E relative loss. Okay, 1 minus relative energy loss will give you the efficiency of the jump. Next, നമ്മൾ already കണ്ടതാണ്. That is the height of the jump is equal to already കണ്ടു y2 minus y1 ആണ്. നെക്സ്റ്റ് വൺ the length of the jump, അതായത് ജമ്പിൻ്റെ ടോ തൊട്ട് ജമ്പിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. that distance equal to 6.9 y2 മൈനസ് y1 ആണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഹൈഡ്രോളിക് ജമ്പിൽ നിന്ന് ചോദിക്കുന്നത്. ഹൈഡ്രോളിക് ജമ്പിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്ന സിറ്റുവേഷനാണ്. അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്നും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് വരുന്നത്. പിന്നെ എനർജി ലോസിൻ്റെ ഇക്വേഷൻ, ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, ഡെപ്തിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്. സീക്വൻ്റ് ഡെപ്ത് റേഷ്യോ ഒക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും നമ്മളത് പഠിച്ചിരിക്കുക, കണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനെങ്കിലും പറ്റണം. പിന്നെ കോൺജുഗേറ്റ് ഡെപ്ത്, സീക്വൻ്റ് ഡെപ്ത് എന്താണ് ആണ്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ നടക്കുമ്പോഴാണ് ഈ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സിറ്റുവേഷനുകളിലാണ് ഈ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ 1 തൊട്ട് 1.7 വരെ, 1.7 തൊട്ട് 2.5 വരെ, 2.5 ഈ വാല്യൂസ് ഇങ്ങനെ കാണുന്ന പഠിക്കും. അപ്പോൾ തൊട്ട് 4.5 വരെ, പിന്നെ 4.5 തൊട്ട് 9 വരെ, ദെൻ ഫൈനലി ഗ്രേറ്റർ ദാൻ 9.
ഇത്രയാണ് ഫ്രൂട്ട്സ് നമ്പറിൻ്റെ റേഞ്ച്. ഈ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഈ ഒരു റേഞ്ച് അനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതിന് ഉള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കാലിറ്റി ഓഫ് ദ ജമ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ടർബുലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എനർജി ലോസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭയങ്കര ടർബുലൻസ് ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കണ്ടീഷനിൽ വരുന്നത് ടർബുലൻസ് കുറഞ്ഞ ഒരു ഫോം ഓഫ് ജമ്പ് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഗ്രേറ്റർ ദാൻ 9 ഫ്രൂട്ട്സ് നമ്പർ വരുമ്പോഴേക്കും വളരെ ടർബുലൻസ് കൂടിയ ഒരു ഫോം ഓഫ് ജമ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ 1 തൊട്ട് 1.7 വരെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ജമ്പ് ഈസ് കോൾഡ് എസ് അണ്ടുലാർ ജമ്പ് എന്ന് വിളിക്കും. ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ എഴുതുന്നേ ഉള്ളൂ. അണ്ടുലാർ ജമ്പ് എന്ന് വിളിക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് അതായത് 1.7 തൊട്ട് 2.5 വരെ ആണെന്നുണ്ടെങ്കിൽ ദ ജമ്പ് ഈസ് കോൾഡ് ആസ് എ വീക്ക് ജമ്പ്. 2.5 തൊട്ട് 4.5 വരെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് വിളിക്കും. 4.5 തൊട്ട് 9 വരെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്റ്റഡി ജമ്പ്. ആൻഡ് ഫൈനലി ഗ്രേറ്റർ ദാൻ 9 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്ട്രോങ് ജമ്പ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്ട്രോങ് ജമ്പ്. അപ്പോൾ ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ജമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്ന ഒരു വലിയൊരു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടർബൈൻസ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ടർബൈൻസ് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് ഓപ്പൺ ചാനൽ ഫ്ലോ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോയും പൈപ്പ് ഫ്ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്നാൽ തെറ്റാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ പോയിൻ്റ് MCQs ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പോർഷനാണിത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. എല്ലാ പോയിൻറ്റ്സുകളും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പോയിൻറ്റ്സ് പറയാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് സെക്ഷൻസ് വെച്ചിട്ട് പറയാം. മോസ്റ്റ്ലി ഓപ്പൺ ചാനൽ ഫ്ലോസ് പല സെക്ഷനായിട്ട് കാണുന്നുണ്ട്. പൈപ്പ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും സർക്കുലർ ആയിട്ടുള്ള സെക്ഷനായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ ഒരു പോയിന്റ് ഇതിനകത്ത് എഴുതാത്ത പോയിന്റുകളാണ് പറയുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോഗരിതമിക് അല്ലെങ്കിൽ പവർ ലോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പൈപ്പ് ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ലാമിനാർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് പാരബോളിക് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കമ്പാരിസൺ നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ ചാനൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ OCF എന്ന് പറയുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് ഫ്രീ സർഫസ് ഫ്ലോ എന്നും പറയും. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പൺ ചാനൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ഫ്രീ സർഫസ് എന്തായാലും ഉണ്ടാവണം. പൈപ്പ് ഫ്ലോയുടെ കേസിൽ അങ്ങനെ ഒരു ഫ്രീ സർഫസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഫ്രീ സർഫസ് ഉണ്ടായാൽ മാത്രം പോരാ. ഓപ്പൺ ചാനൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കണം ആക്ട് ചെയ്യുന്നത്. പൈപ്പ് ഫ്ലോയുടെ കേസിൽ ഒരേ ഒരു പ്രഷർ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഒരു രീതിയിലും അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ അല്ല പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കണ്ടീഷൻ വരുന്നില്ല. ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അടുത്തത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഫ്ലോ നടക്കുന്നത് ഗ്രാവിറ്റിയുടെ പ്രസൻസ് കൊണ്ടിട്ടാണ്. പൈപ്പ് ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലെങ്ത് കാരണമാണ് ഫ്ലോ നടക്കുന്നത്. ഇനി ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അതുകൊണ്ട് മോസ്റ്റ്ലി അനാലിസിസ് ആർ ഡൺ ബൈ യൂസിങ് ദി ഫ്രോഡ്സ് നമ്പർ. പൈപ്പ് ഫ്ലോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഡിഫറൻസ് ആണ് മെയിനായിട്ടുള്ള പോയിന്റ്. അതുകൊണ്ട് മെയിനായിട്ടുള്ള ഫ്ലോയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്. സോ അതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പറാണ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ OCFൻ്റെ കേസിൽ ഉള്ളത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഫ്രീ വാട്ടർ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ കോൺഡ്യൂട്ട് ലെവലിനേക്കാളും മുകളിലായിരിക്കും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഉണ്ടാവുക ഇൻ കേസ് ഓഫ് എ പൈപ്പ് ഫ്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടർബൈൻസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.